മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വയം വെടിവെച്ച് മരിച്ചു. വയനാട് സ്വദേശി വിനീതാണ് മരിച്ചത്. റൈഫിൾ എടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. ലീവ് നൽകാത്തതിൽ മനംനൊന്താണ് ആത്മഹത്യയെന്നാണ് വിവരം. ജനം ബിഗ് ബ്രേക്ക്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷിലേക്ക് വരാം. എന്തു തന്നെയായാലും അതീവ ദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വയനാട് സ്വദേശിയായ വിനീതാണ് മരിച്ചത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? വിനീത് സ്വയം റൈഫിൾ എടുത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സ്വയമായി തന്നെ ഈ വിനീത് ആത്മഹത്യ ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വയനാട് സ്വദേശിയാണ് വിനീത്. സർവീസ് റൈഫിൾ ഉപയോഗിച്ചാണ് തന്റെ നെറ്റിയിൽ വെച്ച് വെടിയുയർത്തത്. മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലാണ് ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രത്യേകിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചത്, ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ 45 ദിവസമായി ഈ ഉദ്യോഗസ്ഥന്, പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ AC അസിസ്റ്റന്റ് കമാൻഡന്റ് ലീവ് നൽകിയിരുന്നില്ല. ലീവ് നൽകാതെ കഴിഞ്ഞ കുറെ നാളായി അദ്ദേഹം പീഡിപ്പിക്കുന്നു എന്നായിരുന്നു അറിയാൻ സാധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മനം നൊന്ത് ഇപ്പോൾ വയനാട് സ്വദേശിയായ വിനീത് ക്യാമ്പിൽ സ്വന്തം റൈഫിൾ എടുത്ത് നെറ്റിയിൽ വെച്ച് വെടിയുയർത്ത് മരണപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ മലപ്പുറം ജില്ലയിൽ ഇദ്ദേഹത്തിന്റെ ഈ ഉതിർത്ത സമയത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ അരീക്കോട് മതേസ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഈ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ബോഡി സഹപ്രവർത്തകർ തന്നെ എത്തിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മലപ്പുറം ഈ ക്യാമ്പിൽ നേരത്തെയും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ലീവ് കൊടുക്കാതെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ഇന്ന് വൈകുന്നേരം 9:30 ഇത്തരത്തിൽ സംഭവം നടന്നത്. സംഭവം 9:30 റൈഫിൾ എടുത്ത് സ്വന്തം സർവീസ് റൈഫിൾ എടുത്ത് നെറ്റിയിൽ വെച്ച് വെടി ഉതിർക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മരിച്ചത് വയനാട് സ്വദേശിയായ വിനീതാണ്. വിനീത് ഇപ്പോൾ സഹപ്രവർത്തകനാണ്. ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ ഉടൻ തന്നെ മരണപ്പെട്ടു. ക്യാമ്പിൽ വെച്ച് തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു. പോലീസിലെ തന്നെ കമാൻഡ് വിഭാഗത്തിലെ ക്യാമ്പിലാണ് ഇവർ കഴിയുന്നത്. അരീക്കോട് ക്യാമ്പിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ഏകദേശം നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ സർവീസ് റൈഫിൾ ഉപയോഗിച്ച് വെടിയുയർത്ത് സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അരീക്കോട് സ്പെഷ്യൽ ഗ്രൂപ്പ് ക്യാമ്പിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഗ്രൂപ്പ് ക്യാമ്പ് AC തന്നെ താൻ പലതവണ ലീവിനായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ലീവ് നൽകിയിരുന്നില്ല. ഇത് സഹപ്രവർത്തകരോട് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ലീവ് തരാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ലീവ് തരാതെ മാനസിക പീഡനം നടത്തുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇദ്ദേഹം ഉയർത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ലീവ് നൽകാത്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 9:30 അരീക്കോട് ക്യാമ്പിൽ ഇത്തരമൊരു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ ക്യാമ്പിൽ ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം തന്നെയാണ് ഇപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ മതേസ് ഹോസ്പിറ്റൽ, അരീക്കോടിലുള്ള തന്നെ മതേസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.